കല്ലിൽ ചുട്ടെടുത്ത നല്ല ചൂട് പൊറോട്ട, കനലിൽ വേവുന്ന അൽഫാം. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നത് ഈ കുഴിമന്തി കഴിക്കാനാണ്. കുഴിമന്തിക്ക് മന്തി പീസ് ഇല്ലാത്തതുകൊണ്ട് അൽഫാം പീസ് തന്നെ പറയേണ്ടി വന്നു. അലങ്കാരങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു പാവം കുഴിമന്തി. സൈഡായിട്ടുള്ളത് ബീട്രൂട്ട് ചട്നിയും മയണൈസും ബീട്രൂട്ടിൽ ഇട്ട് വെച്ച് കളറാക്കിയ കക്കിരി. കൂട്ടത്തിൽ ഏറ്റവും നല്ല ചെസ്റ്റ് പീസ് ഞാൻ തന്നെ കൈക്കിലാക്കി. അൽഫാം കുറച്ച് നുള്ളിപ്പൊളിച്ചെടുത്ത് കഴിച്ചു നോക്കി. നന്നായിട്ട് കുക്കായുണ്ട്, തീരെ ട്രൈ അല്ല. ഭയങ്കര മസാല ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് റൈസും ചട്നിയും എടുത്തു. മയണൈസ് തൊട്ടില്ല. ആ ചട്നിയും ചോറും മിക്സ് ആക്കി കഴിച്ചു. സംഗതി കഴിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ അൽഫാം പീസും ചോറും ചട്നിയും കൂടി കൂട്ടി കഴിച്ചു. കഴിക്കാൻ തീരെ മടുപ്പില്ല. പക്ഷെ മന്തി കുഴിയിലിറക്കി ഉണ്ടാക്കിയാണെന്ന് കഴിക്കുമ്പോൾ തോന്നില്ല. ചിക്കന്റെ നാച്ചുറൽ ഫ്ലേവർ റൈസിലോട്ട് കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. ഒറിജിനൽ കുഴിമന്തി കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ വളരെ കുറവാണ്. എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് കുഴിമന്തിയും അൽഫാമും ഷവായും കൊടുത്ത് പറ്റിക്കുന്നു. ഒറിജിനൽ കുഴിമന്തിയുടെ ടേസ്റ്റ് ചിക്കൻ എങ്ങനെ സ്റ്റോക്ക് ഒഴിച്ചുണ്ടാക്കിയാലും കിട്ടില്ല. പക്ഷെ ഒട്ടും മോശം പറയാനില്ലാത്ത മന്തിയാണ് ഇവിടുത്തെ. കൂട്ടത്തിൽ നല്ലോണം കഴിക്കുന്നവർ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് മുക്കാൽ ഭാഗം റൈസ് ഞാൻ തന്നെയാണ് കഴിച്ചത്. കുടിക്കാൻ ഒരു ലെമൺ ടീ കൂടി വാങ്ങി. ഫുൾ മന്തിക്ക് റൈസ് അൺലിമിറ്റഡ് ആണെന്നാണ് പറഞ്ഞത്. 750 രൂപയാണ് ഫുൾ മന്തിക്ക് ചാർജ്. 3 ലെമൺ ടീക്ക് 60. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കാൾടെക്സിലുള്ള ആലീസ് ആണ്.